രണ്ടാമത്തെ കാര്യം റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാ, മക്കളെ ഖബറിന്റെ ശിക്ഷയെ തൊട്ട് അല്ലാഹു നിങ്ങളെ സംരക്ഷിക്കുകയാണ്. അല്ലാഹുവിന്റെ അദൃശ്യ ലോകത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ, ഇടുങ്ങിയ ഖബറിന്റെ ഭൂമികയിലേക്ക് നമ്മളെ കൊണ്ടുവെക്കുമ്പോ, പ്രവിശാലമായ നമ്മുടെ ഈ മൈതാനം പോലെയുള്ള ഖബറല്ല, ഇതിന്റെ പിന്നാമ്പുറത്ത് നമ്മളൊന്ന് നടന്നു നീങ്ങുക. ഈ സ്റ്റേജിന്റെ പരിസരത്ത് ശ്മശാന പള്ളിയുണ്ടല്ലോ, ആ പള്ളിയുടെ ചുറ്റുപാടും അന്ത്യവിശ്രമം കൊള്ളുന്ന ആയിരക്കണക്കായ മനുഷ്യന്മാരുടെ അവസ്ഥ എന്താ? നാളെ നമ്മൾ പോയി കിടക്കേണ്ട ഖബറിന്റെ ലോകമല്ലേ? ഓ ഖബറിന്റെ ലോകത്ത് പോയിട്ട് നമുക്ക് അഭിമാനത്തോടെ രാജകുമാരനെ പോലെ രാജകുമാരിയെ പോലെ ജീവിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ സഹായിച്ചോ, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് റബ്ബിന്റെ ദീനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് അല്ലാഹുവേ ഞാൻ ഇതാ സംഭാവന കൊടുക്കുകയാണ്. എന്റെ ശരീരത്തിൽ ഒരു സ്വർണ്ണാഭരണത്തിന്റെ പങ്കല്ലാ നിന്റെ പള്ളിക്ക് വേണ്ടി ഞാൻ ഇതാ കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിർബന്ധിക്കുകയല്ല, ഇത് പ്രഭാഷണം നടത്തുന്ന എന്റെ വീട്ടിലേക്കല്ല, നിങ്ങളുടെ വീട്ടിലേക്കല്ല. നാളെ പോയി കിടക്കേണ്ട ഖബറിന്റെ ലോകത്തേക്ക് ചെല്ലുമ്പോ അവിടെ സഹായിക്കാൻ ആരാണ് പെങ്ങളെ? അവിടെ നിനക്ക് വന്നുകൊണ്ട് പട്ടുമെത്ത വിരിച്ചു തരാനാരാ? അവിടെ നിനക്ക് മനോഹരമായ ജീവിതത്തിന് കാപ്പി കട്ടൻ ചായ കൊണ്ടുതരാനാരാ? രാവിലെ വന്നുകൊണ്ട് ഭാര്യയെ വിളിച്ച് മക്കളെ വിളിച്ചുകൊണ്ട് കട്ടൻ ചായയും പലഹാരങ്ങളും കൊണ്ടുവരാൻ പറയുമ്പോ മനോഹരമായ തടികളിൽ കൊണ്ടുവരികയാ. നാളെ അല്ലാഹുവിന്റെ ഖബറിൽ പോയി കിടക്കുമ്പോ ആരാണ് നമ്മൾക്ക് നന്മ തരുന്നത്? സുബ്ഹാനല്ലാഹ്, അവിടെയാണ് ഉമ്മ വിജയിക്കേണ്ടത്. ഇവിടെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി. അല്ലാഹുവിന്റെ യഥാർത്ഥ ലോകത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അവിടെ വിജയം കിട്ടണമെങ്കിൽ അൽഹംദുലില്ലാഹ് തോപ്പയുടെ കടപ്പുറത്തേക്ക് വന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു ഭാഗ്യം കൊടുക്കുകയാ. ഇവിടുത്തെ പരിശുദ്ധമായ മദ്രസയ്ക്ക് വേണ്ടി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ സാക്ഷി നിർത്തിക്കൊണ്ട്, മഹാനായ ശംസുൽ ഉലമ തങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു സ്വർണ്ണാഭരണത്തിന്റെ പങ്ക് ഞാനിതാ കൊടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അല്ലാഹു ഏറ്റവും വലിയ ഭാഗ്യമാണ് നിങ്ങൾക്ക് തരുന്നത്. ഇന്ന് രാത്രി അസ്റായിൽ നിങ്ങളുടെ വീട്ടിൽ കാത്തിരിപ്പുണ്ടെങ്കിൽ, ഇന്ന് രാത്രി 12 മണിക്ക് നിന്റെ അവധി എത്തിക്കഴിഞ്ഞാ പിന്നെ 12:01 കാത്തു നിൽക്കൂല. لأن يؤخر الله نفسا لأن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ പരിശുദ്ധ കലാമാണ് പറഞ്ഞു തരിക. ഒരു സെക്കൻഡ് പോലും ബാക്കി വെക്കൂല, ഒരു മിനിറ്റ് പോലും ബാക്കി വെക്കൂല. അല്ലാഹുവിന്റെ മലായികത്തെ കിറാം കടന്നു വന്നുകൊണ്ട് നമ്മുടെ റൂഹങ്ങ് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോ സുബ്ഹാന റബ്ബി, എനിക്കൊരു സെക്കൻഡ് കൂടെ ഒന്ന് ബാക്കി തരുമോ? ഞാൻ മദ്രസയെ സഹായിക്കാം, അല്ലാഹുവിന്റെ ദീന് ഞാൻ പഠിക്കാം, നന്മയുടെ ഭാഗമാക്കാക. ഇവിടെ ചെറുപ്പക്കാരായ കുഞ്ഞുമക്കൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് ഓടി നടക്കുമ്പോ ഞാൻ പരിഹസിച്ചിട്ടുണ്ട്, പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. ഇതിന്റെ കമ്മിറ്റിയുടെ ഭാരവാഹികള് റോട്ടിലൂടെ പാതിരാത്രി നടന്നുകൊണ്ട് പോസ്റ്റർ ഒട്ടിച്ചപ്പോ അതിനെ പരിഹസിച്ചിട്ടുണ്ട്, ഊരിച്ചിരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ മലക്കുകൾ വരുമ്പോ രാജകുമാരനെ പോലെ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് നീ പരിഹസിച്ചവനങ്ങ് നടന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ്, നമ്മൾക്ക് ആ ഭാഗ്യം കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി മഹബത്ത് വെച്ചോ, അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചോ. ഇവിടത്തെ കമ്മിറ്റി ഭാരവാഹികൾ ഓടി നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്നേഹത്തോടെ പറയാ, ഇതിനു വേണ്ടി മാസങ്ങളായി പോസ്റ്റർ ഒട്ടിച്ചവരെ, ഇതിനു വേണ്ടി മാസങ്ങളായി കണ്ണീര് കുടിച്ചവരെ, ഉസ്താദേ കാര്യം ഭയങ്കര ധന്യമാണ്, ഉസ്താദേ വല്ലാത്ത സങ്കടമാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലെ ദീനിന്റെ വിജ്ഞാനത്തിന്റെ വിപ്ലവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എന്റെ ബഹുമാനപ്പെട്ട മുഹമ്മദ് അൻവരി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത പ്രമുഖന്മാരുടെ അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളടക്കമുള്ള പ്രമുഖരുടെ എല്ലാവിധ ആശീർവാദങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഇവിടത്തെ നല്ലവരായ നാട്ടുകാർ രംഗപ്രവേശം ചെയ്തത് റബ്ബേ നിനക്ക് വേണ്ടിയാണ്, നിനക്കറിയാമല്ലോ. അതുകൊണ്ട് പേടിക്കണ്ട, നിങ്ങളുടെ പ്രവർത്തനം ഒരിക്കലും തന്നെ ഭാഗവാക്കാവില്ല, ഒരിക്കലും തന്നെ ബാത്തിലായി പോവുകയില്ല. നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഈ മദ്രസ ഉണ്ടാവട്ടെ, ഈ മദ്രസ ഇല്ലാതിരിക്കട്ടെ, നിങ്ങളുടെ ഖൽബിൽ നിങ്ങൾ മാസങ്ങളോളം റബ്ബിന് വേണ്ടി പ്രവർത്തിച്ചല്ലോ, അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങളുടെ നിയ്യത്ത് നന്നതാണെങ്കിൽ, അല്ലാഹുവിന് വേണ്ടിയുള്ള
വേണ്ടിയുള്ള സ്നേഹത്തോടെയുള്ള പ്രവർത്തനമാണെങ്കിൽ പേടിക്കണ്ട മോനെ, സങ്കടപ്പെടേണ്ട മോനെ. കളിയാക്കാനും ഊറിച്ചിരിക്കാനും പരിഹസിക്കാനും ആളുകളുണ്ടാകും. അള്ളാഹുവിന്റെ കോടതിയിൽ ശ്മശാനത്തിന്റെ ഭൂമികയിൽ നാളെ പോയി കിടക്കുമ്പോ അള്ളാഹുവിന്റെ എമ്പാടും നന്മ നമ്മൾക്ക് കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. പാലക്കാട് ജില്ലയിലെ പാവപ്പെട്ട പെങ്ങളുടെ കഥ ഞാൻ പറയാൻ പോവാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, നിങ്ങളോടാണ് പറയുന്നത്, പഠിച്ചു വെച്ചോ. പാലക്കാട് ജില്ലയിലേക്ക് സുബ്ഹാനല്ലാഹ് ഉസ്താദ് പറഞ്ഞു തന്ന സങ്കടപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. പാലക്കാട് ജില്ലയിലെ പള്ളിയിലെ മുഖ്രി ഉസ്താദ് അവർകൾ ഖബർ കുഴിക്കുന്ന നേരത്ത് സുബ്ഹാനല്ലാഹ് ഒരു മനോഹരമായ സംഭവം അവിടെ നടക്കുകയാണ്. ഖബർ കുഴിക്കുന്ന നേരത്ത് ആ ഖബറിന്റെ ഉള്ളിൽ ഒരു പാറയിൽ അതിന്റെ പിക്കാസ് തട്ടുകയാണ്. സംശയം തോന്നി ആ ഭാഗത്തുള്ള മണ്ണ് മുഴുവനും മാന്തി നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ് അടിക്കല്ല് കാണുകയാണ്. ഇയാൾ വിചാരിച്ചു, ഞാനൊരു 10 കൊല്ലമായല്ല ഇവിടെ ഈ ഭാഗത്തൊക്കെ ഖബർ കുഴിക്കുന്ന ജോലിക്കാരനാണ്. ഒരു 10 കൊല്ലമായി ഞാൻ ഈ ജോലിക്ക്. ഇവിടെ ഇങ്ങനെ ഒരു ഖബർ ഞാൻ 10 വർഷമായിട്ട് കുഴിച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഖബർ വന്നത്? ഒരു തമാശ, ഒരു കൗതുകത്തിന് വേണ്ടി അദ്ദേഹം ആ അടിക്കല്ല് മാറ്റുകയാണ്. 10 കൊല്ലമായി ഇവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടി ആ അടിക്കല്ലൊന്ന് മാറ്റിയപ്പോ അദ്ദേഹം എന്താ പറയാ, വല്ലാത്ത അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഒരു മനോഹരമായ വെള്ള കഫം തുണി, പാലക്കാട് സംഭവിച്ചതാണ്. ഒരു മനോഹരമായ വെള്ള കഫം തുണി കാണുകയാണ്. കൗതുകത്തിന് വേണ്ടി ഇയാൾ വീണ്ടും ആരാണത് നോക്കാൻ വേണ്ടി മുഖഭാഗത്തുള്ള ആ കഫം തുണി മാറ്റി നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ് ഒരു രാജകുമാരിയെ പോലെ ഒരു പെങ്ങള് കിടക്കുകയാണ്. ഖബറിന്റെ ലോകത്ത് രാജകുമാരിയെ പോലെ 14 രാവിനേക്കാൾ പ്രകാശപൂരിതമായ ഒരു പെങ്ങളുടെ മുഖം കാണുകയാണ്. ഈ സഹോദരന് സന്തോഷത്തോടെ, മനസ്സിൽ വല്ലാതെ അത്ഭുതത്തോടെ ഓടിപ്പോവുകയാണ്. ഉസ്താദ് അവர்களോട് ചെന്ന് കാര്യം പറയാ. ഉസ്താദേ, ഞാൻ ഇന്ന് ഖബർ കുഴിക്കുമ്പോ പാലക്കാട് ജില്ലയിൽ സംഭവിച്ചതാണ്. ഏതെങ്കിലും മംഗളക്കാരൻ എഴുതിവിട്ട വാറോലയുടെ നോവലിന്റെ വർത്തമാനമല്ല. ബഹുമാനപ്പെട്ട മുസ്ലിമേ, ഈ ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்களോട് കാര്യം പറഞ്ഞപ്പോ ആ നാട്ടിലെ 80 വയസ്സുള്ള ഒരു വലിയ വൃദ്ധയായ പെണ്ണിനെ കൊണ്ടുവരികയാ. 80 വയസ്സുള്ള ഒരു വൃദ്ധയായ പെങ്ങളെ കൊണ്ടുവരികയാ. ആരാണ് ഈ പെങ്ങളെന്നറിയണ്ടേ? എന്റെ ജീവിതത്തിൽ ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇത്ര മൗനര്യമുള്ള മനോമുകുളമായ മുഖത്തിന്റെ പ്രശോഭയുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടില്ല. ഇത്ര രസമുള്ള അയകാർന്ന ഒരു പെണ്ണിന്റെ മുഖം ഞാൻ കണ്ടില്ല. 10 കൊല്ലമായി ഞാൻ ഇവിടെ ഒരു ഖബർ കുഴിച്ചില്ല. ആരുടെ മുഖമാണെന്നറിയോ? ആരുടെ മുഖമാണെന്നറിയോ? ഒന്ന് മനസ്സിലാക്കാനുള്ള ആഗ്രഹത്തോടെ, എന്ത് നന്മയാണ് ആ പെങ്ങള് ചെയ്തതെന്ന് മനസ്സിലാക്കാനുള്ള പ്രതീക്ഷയോടെ നാട്ടിലെ 80 വയസ്സുള്ള ഒരു പെങ്ങള് കടന്നു വരികയോ, 80 വയസ്സുള്ള ഒരു വൃദ്ധമാതാവ് കടന്നു വരികയോ. വൃദ്ധമാതാവിന് ഈ പെണ്ണിന്റെ മുഖമങ്ങ് കാണിച്ചു കൊടുക്കുകയോ. സുബ്ഹാനല്ലാഹ്, 80 വയസ്സുള്ള ഉമ്മാം അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. ഒരുപാട് നേരം സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞപ്പോ അവസാനം ഉസ്താദുമാര് ചോദിക്കുകയാണ്, ഉമ്മ ആരുടെ മുഖമാണെന്ന് പറഞ്ഞു തരുമോ ഉമ്മ? ആരുടെ മുഖമാ? പ്രിയപ്പെട്ട വല്യമ്മ പറഞ്ഞു, 18 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയൊരു പൊന്നുമോളാണിത്. എന്റെ അയൽവാസിയായ പൊന്നുമോളാ, എന്റെ അയൽവാസിയായ പൊന്നുമോളാ. 18 കൊല്ലം മുമ്പാ മരിച്ചുപോയത്. അനാഥാലയത്തിലാണ് ആ പ്രിയപ്പെട്ട പൊന്നുമോള് പഠിച്ചു വളർന്നത്. ഉപ്പയില്ല, ഉമ്മയില്ല, ആരുമില്ലാതെ അനാഥത്വത്തിന്റെ തീഷ്ണമായ ജീവിതത്തിന്റെ അനുഭവങ്ങൾ അനുഭവിച്ചു പോയോ പ്രിയപ്പെട്ട പെങ്ങള് അനാഥാലയത്തിന്റെ കമ്മിറ്റിക്കാരാണ് കല്യാണം ഒരുക്കി കൊടുത്തത്. കല്യാണ പ്രായമായപ്പോ ഒരു പാവപ്പെട്ട ഉസ്താദിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാ. പള്ളിയിലെ അതുപോലെ യതീംഖാനയിലെ ആളുകളും കമ്മിറ്റിക്കാരും സ്വരൂപിച്ചുകൊണ്ട് 25,000 രൂപയുടെ സ്വർണ്ണാഭരണം അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ട ഭർത്താവിനോടൊത്തുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഒരു ചെറ്റക്കുടിലാണ് ആ അനാഥ പെൺകുട്ടി ജീവിച്ചത്. കൂടെ ആകെ ഒരു ഭർത്താവ് മാത്രമേ ഉള്ളൂ. ഉമ്മയില്ല, ഉപ്പയില്ല, ആരുമില്ല. ഏകാന്തമായ ജീവിതത്തിന്റെ തീഷ്ണമായ അനുഭവങ്ങൾ ജീവിതത്തിലൂടെ അനുഭവിച്ചു പോയ പ്രിയപ്പെട്ട പെങ്ങള് ഭർത്താവിനോട് കൂടെ ജീവിക്കുമ്പോ പെട്ടെന്നാണ് പ്രിയപ്പെട്ട ഭർത്താവ് ആക്സിഡന്റിൽ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. സുബ്ഹാന റബ്ബി اللهم صل على سيدنا محمد
മുഹമ്മദ് പരിശുദ്ധരായ ഹബീബിന്റെ മനോഹരമായ അർവാഹുകളെ സാക്ഷി നിർത്തിയാണ് പെങ്ങളെ ഞാൻ പറയുന്നത്. ആ ഉമ്മ തുടർന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, പെട്ടെന്ന് ഭർത്താവ് മരിച്ചു പോവുകയാണുമ്മ. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കിയേ, നിങ്ങൾ കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴേക്ക് നിങ്ങളുടെ പ്രിയതമന്റെ മൃതശരീരമാണ് നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവന്നതെങ്കിൽ അല്ലാഹുവിനത് പ്രയാസമുണ്ടോ? അല്ലാഹുവിനത് പ്രയാസമുണ്ടോ? ഈ സ്റ്റേജിൽ കയറിക്കൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറയാണെന്ന് കരുതണ്ട. പാലക്കാട് ജില്ലയിൽ സംഭവിച്ചതാ. 3 മാസങ്ങൾ കൊണ്ടാണ് പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചു പോയത്. മാസങ്ങൾ കൊണ്ട് ഈ പെങ്ങൾ അനാഥയായി വീണ്ടും അനാഥ. അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ഒറ്റക്ക് ജീവിക്കുമ്പോ ഒരാണിനെ പോലും നോക്കാതെ ഇത്തയിരിക്കുകയാണ്. ഇത്തയിരുന്ന് കഴിയുന്നതിന്റെ മുമ്പ് സുബ്ഹാന റബ്ബി, ആ പ്രിയപ്പെട്ട പെങ്ങൾ വസിയത്തായിട്ട് എഴുതി വെക്കുകയാ. ആ പ്രിയപ്പെട്ട പെങ്ങൾ വസിയത്തായി ഇത്തയുടെ കാലത്ത് എഴുതി വെക്കുകയാണ്. ഒരു വെള്ളക്കടലാസിൽ എഴുതി വെക്കുകയാ. ആ പെങ്ങൾ എഴുതി വെച്ചത് എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പള്ളി കമ്മിറ്റിക്കാരോട് ഞാനങ്ങ് മരിച്ചു പോയാൽ എന്റെ പേരിലുള്ള 25,000 രൂപയുടെ സ്വർണ്ണാഭരണമാണ് എന്റെ പേരിലുള്ളത്. ആ 25,000 രൂപ ഞാൻ അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ പോവുകയാ. അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ഞാൻ കൊടുക്കാൻ പോവുകയാണ് എന്ന് വസിയത്ത് എഴുതി വെക്കുകയാണ്. ഇത്ത കാലയളവ് തീരുന്നതിന്റെ മുമ്പ് ആ പ്രിയപ്പെട്ട പൊന്നുമോള് ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. ആ പെങ്ങളാ 14-ാം രാവിനേക്കാൾ പ്രശോഭിതമായ മുഖത്തോടെ രാജകുമാരിയെ പോലെ അഭിമാനത്തോടെ സ്വർഗത്തിന്റെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയിൽ എന്നും ഖബറിൽ കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നാളെ റബ്ബിന്റെ കോടതി